ഓക്കെ, ഹോൾഡ് ഓൺ. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹ്യൂമൻ ഇയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹ്യൂമൻ ഇയറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. എന്തൊക്കെ ഫങ്ഷൻസ് ഉള്ളത്? ഒന്ന് കേൾക്കാൻ ഹെൽപ്പ് ചെയ്യും, രണ്ടാമത്തേത് ബോഡിയുടെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ഇയർ എന്ന് പറയുന്നത് അനാറ്റമിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ഇയറിനെ നമ്മൾ 3 ഭാഗമായിട്ടാണ് തിരിക്കുന്നത്. എന്ത് 3 ഭാഗമായിട്ട് തിരിക്കും? പുറത്തെ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഭാഗങ്ങളായിട്ടായിരിക്കും തിരിക്കുന്നത്. അപ്പോൾ ഈ ഔട്ടർ ഇയർ എന്ന് പറയുന്നത് എന്താ? ഇതാണ് പിന്ന അതുപോലെ തന്നെ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്ന 2 സാധനങ്ങൾ ചേർന്നിട്ടാണ് ഔട്ടർ ഇയർ ഉണ്ടാകുന്നത്. ഇത് 2 പേരും നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ സൗണ്ടിനെ പുറത്ത് നിന്നും ഉള്ളിലേക്ക് കൊണ്ടെത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ടീംസ് മാത്രമാണ്. അപ്പോൾ ഇയർ കനാൽ ആൻഡ് ഓഡിറ്ററി കനാൽ പിന്ന ആൻഡ് ഇയർ കനാൽ. ഇയർ കനാലിന് തന്നെ ഓഡിറ്ററി കനാൽ എന്ന് പേരുണ്ട്, ഓഡിറ്ററി മെലിറ്റസ് എന്നും പേരുണ്ട്. ഓക്കെ, 2 പേരുകൾ ഉണ്ട്. ഓക്കെ, ഓഡിറ്ററി കനാൽ എന്നും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ് എന്നും പേരുണ്ട്. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഇത് പോയി നിൽക്കുന്നത് എവിടെയാണ്? ഇത് എക്സ്റ്റേണൽ ഇയറിൻ്റെ കാര്യമാണ്. ഇത് പോയി നിൽക്കുന്നത് ഇയർ ഡ്രം എന്ന് പറയുന്ന സാധനത്തിലാണ്. നൗ കമ്മിങ് ടു ദ മിഡിൽ ഇയർ, ഇഫ് യു സീ, മിഡിൽ ഇയറിൽ നടുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു വേക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ശരിക്കും ദിസ് ഈസ് എ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പേസിൽ എന്തൊക്കെയുണ്ട്? ഇവിടുത്തെ എയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടുത്തെ ഈ ഭാഗത്തുള്ള എയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ടിംപാനിക് ക്യാവിറ്റി എന്നാണ് ഇവിടുത്തെ വേക്കൻറ്റ് സ്പേസിന് പറയുന്നത്. എയർ സ്പേസിന് ടിംപാനിക് ക്യാവിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ടിംപാനിക് ക്യാവിറ്റി എന്ന് പറയുന്ന മിഡിൽ ഇയറിൽ എന്തൊക്കെയുണ്ട്? ഒരറ്റത്ത് ഇയർ ഡ്രം ഉണ്ട്, മറ്റേ അറ്റത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നർ ഇയറിൻ്റെ സംഭവങ്ങളുണ്ട്. ഇന്നർ ഇയറിലേക്കുള്ള 2 ജനലുകൾ ഉണ്ട്. ഈ ഭാഗത്ത് 2 ജനലുകളുണ്ട്. നമ്മളിപ്പോൾ നോക്കും എന്ത് 2 ജനലുകളാണ് ഉള്ളത് എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇയർ ഡ്രം ഉണ്ട്. ഇയർ ഡ്രം എന്ന് പറയുന്നത് ഇയർ ഡ്രമ്മിൻ്റെ വേറെ പേരാണ് ടിംപാനിക് മെമ്പറി. ഔട്ടർ ഇയറിൽ പിന്നെയും എക്സ്റ്റേണൽ ഓഡിറ്ററി മിയേറ്റസും ആണുള്ളത്. ഇയർ ഡ്രം അത് കഴിഞ്ഞിട്ട് ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയേറ്റസിൻ്റെ അങ്ങേ അറ്റത്ത് ഇയർ ഡ്രമ്മിൽ പോയിട്ട് നിൽക്കും. ഇയർ ഡ്രം ഓർ ടിംപാനിക് മെംബ്രെയിൻ എന്ന് പറയുന്ന സാധനം എന്തിൻ്റെ തുടക്കത്തിലാണുള്ളത്? നമ്മുടെ ക്യാവിറ്റിയുടെ തുടക്കത്തിലാണ് ഉള്ളത്. ഏത് ക്യാവിറ്റിയുടെ? ടിംപാനിക് ക്യാവിറ്റിയുടെ തുടക്കത്തിലാണ് ഉള്ളത്. അത് കഴിയുമ്പോഴത്തേക്കുമാണ് മിഡിൽ ഇയർ വരുന്നത്. മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഒരു ക്യാവിറ്റിയാണ് മൊത്തത്തിൽ. ആ ക്യാവിറ്റിയുടെ ഒരറ്റത്ത് ഇയർ ഡ്രമ്മും മറ്റേ അറ്റത്ത് ഈ പറയുന്ന ഇന്നർ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്സും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ മിഡിൽ ഇയറിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ബോൺസ് ഉണ്ട്, കുഞ്ഞു ബോൺസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ബോൺസിൻ്റെ ഓസിക്കിൾസ് എന്ന് പറയില്ലേ, ബോൺസ്, ഇയർ ഓസിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെയിൻ ലൈക്ക് ഫാഷനിൽ ഈ കുഞ്ഞു ബോൺസിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ട്? ഈ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും വരുന്ന സൗണ്ട് വൈബ്രേഷൻസിനെ ഈ ഇയർ ഡ്രമ്മ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ഇയർ ഡ്രം ഈ സൗണ്ട് വൈബ്രേഷൻസിന് അനുസരിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേഷൻസ് ഈ ഓസിക്കിൾസിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ഈ ഓസിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ദീസ് ഓസിക്കിൾസ് കൈൻഡ് ഓഫ് ആംപ്ലിഫൈ ദാറ്റ് വൈബ്രേഷൻസ്. ഈ വൈബ്രേഷൻസിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഇന്നർ ഇയറിലേക്ക് കടത്തിവിടും. ഓക്കെ, സോ ഓസിക്കിൾസിൻ്റെ പണി എന്ന് പറയുന്നത് ടു കളക്ട് ദ സൗണ്ട് വേവ്സ്, ടു ആംപ്ലിഫൈ ഇറ്റ് ആൻഡ് ടു പാസ് ഇറ്റ് ടു ദ ഇന്നർ ഇയർ എന്നുള്ളതാണ് ഓസിക്കിൾസ്, ഇയർ ഓസിക്കിൾസ് ആയ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇതാണ് നമ്മുടെ മാലിയസ് എന്ന് പറയുന്ന സാധനം, ഇതാണ് ഇൻകസ്, ഇതാണ് സ്റ്റേപ്പസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, നൗ കമ്മിങ് ടു അപ്പോൾ എഗെയിൻ നോക്കിയാൽ അപ്പോൾ പിന്നയുടെ പണി എന്താണ്? പിന്ന എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്തിട്ട് കനാലിലേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിൻ്റെ പണി എന്താണ്? ഇത് നമ്മുടെ ഇയർ ഡ്രമ്മിലേക്ക് സൗണ്ടിനെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പിന്നയുടെ സ്കിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ ഓഡിറ്ററി മിയേറ്റസിൻ്റെ സ്കിന്നാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൈയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു ഹെയർസ് കാണാം. അതുപോലെ തന്നെ വാക്സ് സെക്രീറ്റ് ചെയ്യുന്ന സെബേഷ്യസ് ഗ്ലാൻസിനെ നമുക്ക് കാണാൻ പറ്റും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്വിയസ്ലി ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും മൈക്രോ ഓർഗാനിസത്തിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നൗ കമ്മിങ് ടു ഇയർ ഡ്രം ഓർ ടിംപാനിക് മെംബ്രെയിൻ. അതിൽ മുഴുവനും കണക്റ്റീവ് ടിഷ്യൂസ് ആണ്.
ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂസ് ആണെന്ന് മാത്രമല്ല അതൊരിത്തിരി ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ തൊട്ട് താഴെ ഉണ്ടാവുമോ. ഓക്കെ, ദിസ് ഇസ് എ മിഡിൽ ഇയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇയർ ഡ്രം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിൽ തന്നെ കണക്റ്റീവ് ടിഷ്യൂസ്, ഇപ്പോൾ ഇതിൻ്റെ പടം ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഈ ഭാഗത്ത് സ്കിൻ ഉണ്ടാവും. ഇതിൻ്റെ തൊട്ട് താഴത്തെ ഭാഗത്ത് മ്യൂക്കസ് മെംബ്രെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്, തൊട്ട് താഴത്തെ ഭാഗത്ത്. അപ്പം നമ്മുടെ മിഡിൽ ഇയർ ഇസ് നമ്മുടെ ടിംപാനിക് മെംബ്രെയിൻ, അതായത് ഇയർ ഡ്രം ഇസ് കംപ്ലീറ്റ്ലി കമ്പോസ്ഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഈ കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ടിംപാനിക് മെംബ്രെയിനിൽ എങ്ങനെയാണ്, പുറത്തെ ഭാഗത്ത് ഇറ്റ് ഹാസ് സ്കിൻ ഔട്ട്സൈഡ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ഓൺ ദ ഇൻസൈഡ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ വരുന്ന സൗണ്ടിൻ്റെ വൈബ്രേഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഇയർ ഡ്രമ്മിലെത്തിയിട്ട് അതിനെ പിടിച്ചിട്ട് നല്ലോണം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ഈ വൈബ്രേഷൻസ് അങ്ങനെ മിഡിൽ ഇയറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനം മൂവ്സ് ഇൻവേർഡ്സ്. കംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. റെയർ ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇറ്റ് മൂവ്സ് ഔട്ട്വേർഡ്, ഇൻവേർഡ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ദ മിഡിൽ ഇയർ. മിഡിൽ ഇയറിൽ എന്ത് സംഭവിക്കും, നിനക്ക് മനസ്സിലായോ എല്ലാം? ഹലോ? അപ്പോൾ മിഡിൽ ഇയറിൽ എന്ത് സംഭവിക്കും? മിഡിൽ ഇയറിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഡിൽ ഇയറിനെ നമ്മൾ ടിംപാനിക് ക്യാവിറ്റി എന്ന് പറയും. മിഡിൽ ഇയറിൻ്റെ ഔട്ടർ സൈഡിൽ എന്താണ്, ടിംപാനിക് മെംബ്രെയിൻ ആണ് ഉണ്ടാവുന്നത്. ഈ ഭാഗത്ത് ടിംപാനിക് മെംബ്രെയിനും അപ്പുറത്തെ ഭാഗത്ത് ആക്ച്വലി ഓഡിറ്ററി ക്യാപ്സ്യൂൾസ് എന്നാണ് പറയുന്നത്. ഓഡിറ്ററി ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് 2 ഓട്ടകളെ ചേർന്നിട്ടാണ് നമ്മൾ ഓഡിറ്ററി ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരറ്റത്ത് ടിംപാനിക് മെംബ്രെയിൻ ആയിരിക്കും, മറ്റേത് ഇന്റേണലി ഇറ്റ് ഹാസ് ഇന്റേണൽ ഓഡിറ്ററി ക്യാപ്സ്യൂൾ. അപ്പോൾ ഇയർ ഡ്രം വൈബ്രേഷൻസിനെ ആംപ്ലിഫൈ ചെയ്യിപ്പിക്കുന്ന ധർമ്മമാണ് നമ്മുടെ മിഡിൽ ഇയറിനുള്ളത്. ഈ എയർ ഫിൽഡ് ക്യാവിറ്റിനെ ടിംപാനിക് ക്യാവിറ്റി എന്ന് പറയും. ഇതിൻ്റെ വേറൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മിഡിൽ ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ഫുള്ളി എയർ പ്രഷർ, ഈ ചെവിയുടെ എയർ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മിഡിൽ ഇയർ ആണ്. അപ്പോൾ പക്ഷേ ഔട്ടർ ആൻഡ് മിഡിൽ ഇയറിൻ്റെ പണി എന്ന് പറയുന്നത് ഹിയറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ദ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ മിഡിൽ ഇയറിനോ ഔട്ടർ ഇയറിനോ ഒരു പണിയുമില്ല. ബാലൻസ് ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈസ് ഓൺലി ദ ഇന്നർ ഇയർ. ഓക്കെ, ഇനി മിഡിൽ ഇയറിൽ തന്നെ നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞു, മാലിയസ് ഇൻകസ് സ്റ്റേപ്പസ് എന്ന് പറയുന്ന ഇയർ ഓസിക്കിൾസ്, അതായത് കുഞ്ഞു ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മാലിയസ് എന്ന് പറയുന്നത് ടിംപാനിക് മെംബ്രെയിനിൽ അറ്റാച്ച്ഡ് ആണ്. അത് നമ്മൾ കണ്ടില്ലേ, മാലിയസ് എന്ന് പറയുന്ന ഫസ്റ്റ് ബോണാണ്. ആ ബോണിന് ടിംപാനിക് മെംബ്രെയിനിൽ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് മാലിയസ് വന്നു, പിന്നെ ഇൻകസ് വന്നു, സ്റ്റേപ്പസ് വന്നു. അത് ഒരു ചെയിൻ ലൈക്ക് ഫാഷനിലാണ് അറേഞ്ച്ഡ് ആയിട്ടുണ്ടായിരുന്നത്. അത് കണ്ടത് ഓർമ്മേണ്ടത്, ഇത് മാലിയസ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ടിംപാനിക് മെംബ്രെയിൻ, ദെൻ ഇൻകസ് came, then stapes came. This is arranged in a chain like fashion. ഓക്കെ, അപ്പോൾ ഇനി എന്താ സ്റ്റേപ്പസ് എന്ന് പറയുന്നത്, കോക്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, ഇന്നർ ഇയറിൻ്റെ ഒരു പാർട്ടാണ് കോക്ലിയ എന്ന് പറയുന്നത്. കോക്ലിയയുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. എങ്ങനെ അറ്റാച്ച്ഡ് ആണ്, ഒരു ഓവൽ വിൻഡോ ഉണ്ട്, ആ ഓവൽ വിൻഡോയുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ നോക്കും, ഇതാണ്, ഇവിടെയാണ്, ഇത് കണ്ടോ, ഇവിടെയാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ മാലിയസ് ഇൻകസ് സ്റ്റേപ്പസ് ഇസ് അറ്റാച്ച്ഡ് ടു ദ ഓവൽ വിൻഡോ ആൻഡ് ത്രൂ ദാറ്റ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ കോക്ലിയ. ഓക്കെ ആണോ? നൗ കമ്മിങ് ടു എന്തുകൊണ്ട് ഇയർ ഓസിക്കിൾസ് ഉണ്ട്, ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ. ഇന്നർ ഇയറിലേക്ക് നന്നായിട്ട് സൗണ്ട് വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, കാരണം അത് ആംപ്ലിഫൈ ചെയ്യും. നൗ ഓഡിറ്ററി ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ട് ഉണ്ടല്ലോ, ഓഡിറ്ററി ക്യാപ്സ്യൂൾ. അപ്പോൾ തുടക്കത്തെ ഭാഗം ടിംപാനിക് മെംബ്രെയിനാന്ന് പറഞ്ഞാൽ അറ്റത്തെ ഭാഗം ഓഡിറ്ററി ക്യാപ്സ്യൂൾ. ഓഡിറ്ററി ക്യാപ്സ്യൂളിൽ അതിലൊരു മെംബ്രെയിൻ ആണുള്ളത്. ആ ഭാഗത്ത് ഒരു ഓഡിറ്ററി ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ മെംബ്രെയിൻ. ഈ മെംബ്രെയിനിൽ 2 ഓട്ടകളുണ്ട്, വിച്ച് ഇസ് ഓവൽ വിൻഡോ. ഇവിടെ ഒരു കുഞ്ഞു റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓഡിറ്ററി ക്യാപ്സ്യൂളിൽ ഏതൊക്കെയുണ്ട്, ഓവൽ വിൻഡോയുണ്ട്, ഇവിടെ റൗണ്ട് വിൻഡോ ഉണ്ട്. ഓവൽ വിൻഡോ വഴിയാണ് സ്റ്റേപ്പസ് കോക്ലിയനെ കണക്ട് ചെയ്യുന്നത്. റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത് കുറേയൊക്കെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, Now another part is there, which is Eustachian tube. Eustachian tube എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിഡിൽ ഇയറിനെ നമ്മൾ ഇതാണ് നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ്. കണ്ടോ, മിഡിൽ ഇയറിനെ ഈ ട്യൂബ് വഴി നമ്മുടെ നേസോ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യും. ഫാരിങ്സ് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കണേ, നമ്മുടെ തൊണ്ടയുടെ സൈഡിലൊക്കെ നേസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? ഫാരിങ്സ്, ഈസോഫാഗസ്, അല്ല നമ്മൾ ലാരിങ്സ്, ഫാരിങ്സ് ഒക്കെ പഠിച്ചത് ഓർമ്മയില്ലേ?
ആ ഫാരിങ്സുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? മിഡിൽ ഇയറിൻ്റെയും നമ്മുടെ മൊത്തം ബോഡി ആ പ്രഷർ ഉണ്ടല്ലോ, അപ്പുറത്തെ ഇപ്പുറത്തെയും പ്രഷർ ഈക്വലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയർ ഡ്രമ്മിൻ്റെ പ്രഷർ അപ്പുറത്തും ഇപ്പുറത്തും മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. പുറത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെയും അതുപോലെ തന്നെ ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിലത്തെ പ്രഷറും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ അതങ്ങ് ഉള്ളിലോട്ട് പോവുക അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞു വരുമോ ചെയ്യും. സോ അത് ഈ പറയുന്ന ഫാരിങ്സ് വഴി, നേസോ ഫാരിങ്സ് വഴിയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിലോട്ട് എടുക്കുന്നത്. സോ കൈൻഡ് ഓഫ് അവർ തമ്മിലൊരു ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈക്വലൈസ് ദ പ്രഷർ ഓൺ ഈതർ സൈഡ് ഓഫ് ദ ഇയർ ഡ്രം. അപ്പോൾ മിഡിൽ ഇയറിനെ നേസോ ഫാരിങ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഈസ് കണക്റ്റഡ് യൂസിങ് യൂസ്റ്റേഷൻ ട്യൂബ്. ഓക്കെ, അപ്പോൾ യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ വേറൊരു പണി എന്താണ്? ഈ മിഡിൽ ഇയറിനെ എയറേറ്റ് ചെയ്യും. എയറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കാറ്റ് കൊടുക്കുന്നത് മിഡിൽ ഇയറിന് നമ്മുടെ യൂസ്റ്റേഷൻ ട്യൂബാണ്. പിന്നെ എന്തെങ്കിലും മിഡിൽ ഇയറിൽ മ്യൂക്കസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിലത്തെ വശം മ്യൂക്കസ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയേക്കണം. ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിലത്തെ സൈഡിൽ മ്യൂക്കസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അങ്ങനെ മ്യൂക്കസ് ഒക്കെ എക്സ്ട്രാ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേസോ ഫാരിങ്സ് വഴി റിമൂവ് ആവുകയും ചെയ്യും. ഓക്കെ ആണോ? ഇനിയുള്ളത് എന്താ മോളെ? നേസോ ഫാരിങ്സ്, ഈസോഫാഗസ് അല്ല, നേസോ ഫാരിങ്സ്. നേസോ ഫാരിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരിങ്സിലേക്ക് വരില്ലേ. പിന്നെ ട്രക്കിയുടെ അവിടെ വന്നാൽ തന്നെയും കുറേ സീലിയ ഉണ്ടാവില്ലേ. സീലിയ എല്ലാ സാധനങ്ങളും വഴി പുറത്തേക്ക് വരികയല്ലേ ചെയ്യുന്നത്. മനസ്സിലായില്ല? എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും മൂക്ക് വഴി പുറത്തേക്ക് വരും, അല്ലെങ്കിൽ തൊണ്ട വഴി പുറത്തേക്ക് വരും, ട്രക്കിയ വഴി പുറത്തേക്ക് വരും, എല്ലാം ട്രക്കിയയിൽ നിന്നും പുറത്തേക്ക് വരും, തുമ്മുമ്പോൾ ഒക്കെ പുറത്തേക്ക് വരും. ഓക്കെ, ഇനിയുള്ളത് ഓക്കെ. അപ്പോൾ കമ്മിങ് അഗെയിൻ ടു ദ ഇന്നർ ഇയർ. ഇന്നർ ഇയറിൽ എന്താ സംഭവിക്കണേ? ഇന്നർ ഇയറിൽ ഒരു ഫുള്ളായിട്ട് ഫ്ലൂയിഡ് ഫിൽഡ് ലാബ്രിന്ത് ആണ് ഇന്നർ ഇയറിലുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നർ ഇയർ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഫിൽഡ് ലാബ്രിന്ത് ആണ് ഇന്നർ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊക്കെയാണ് നമ്മുടെ മിഡിൽ ഇയറിൻ്റെ സംഭവങ്ങൾ. ഈ പടങ്ങളൊക്കെ നോക്കിക്കോ, ഞാൻ ഓൾറെഡി കുറേ ഇട്ടതാണ്. ഇവിടെയാണ് ഓവൽ വിൻഡോ, ഇവിടെയാണ് റൗണ്ട് വിൻഡോ, ഇവിടെയാണ് ഓഡിറ്ററി ട്യൂബ്, യൂസ്റ്റേഷൻ ട്യൂബ്സ്, ഇതാണ് ടിംപാനിക് മെംബ്രെയിൻ, ഇതൊക്കെ സ്റ്റെബിലൈസിങ് ലിഗമെൻറ്റ്സ് ആണ് ഇവിടെ ഇട്ടേക്കണേ. ഓക്കെ, ഇതാണ് നമ്മുടെ ടിംപാനിക് മെംബ്രെയിൻ. ഇത് കണ്ടോ, പുറത്തെ സ്കിന്നും ഉള്ളിലും മ്യൂക്കസ് മെംബ്രെയിനുമാണ് ഉള്ളത്. ഇത് ഓവൽ വിൻഡോ, ഇത് റൗണ്ട് വിൻഡോ. ഈ മൊത്തം മെംബ്രെയിനെയാണ് നമ്മൾ ഓഡിറ്ററി ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു ദ ഇന്നർ ഇയർ. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ ഫ്ലൂയിഡ് ഫിൽ ക്യാവിറ്റി വിച്ച് ഇസ് നോൺ ആസ് ലാബ്രിന്ത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കുറേ ട്യൂബ്സ് ഉണ്ട് ഇന്നർ ഇയറിൽ. അപ്പോൾ ഈ ട്യൂബ്സ് എന്ന് പറയുന്ന രണ്ട് മെയിൻ ഭാഗങ്ങളുണ്ട്. ഈ ലൈറ്റ് പച്ച കളറിൽ കാണുന്നത് ബോണി ലാബ്രിന്ത് ആണ്. ബോണി ലാബ്രിന്ത് ആണ് ലൈറ്റ് പച്ച കളറിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു വലിയ കുഴൽ. ഈ കുഴലിൻ്റെ അകത്ത് വേറൊരു മെംബ്രെയിനസ് ലാബ്രിന്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. മെംബ്രെയിനസ് ലാബ്രിന്ത് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, മറ്റേത് ബോണി ലാബ്രിന്ത് ബോൺസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബോണിൻ്റെ കുഴലിൻ്റെ അകത്ത് മെംബ്രെയിൻ വെച്ചിട്ടുള്ള വേറെ കുഴൽ. അത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ മെംബ്രെയിൻ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കുഴലിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് എൻഡോലിംഫ് എന്നാണ് അതിൻ്റെ പേര്. ഇനി ഈ ബോണിൻ്റെയും ഈ കുഴലിൻ്റെ ഇടയിലും ഫ്ലൂയിഡ് ഉണ്ട്. മനസ്സിലായോ? ഈ ബോണി ലാബ്രിന്തിൻ്റെയും മെംബ്രെയിനസ് ലാബ്രിന്തിൻ്റെയും ഇടയിൽ ഫ്ലൂയിഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് പെരിലിംഫ് എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ലാബ്രിന്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ബോണി ലാബ്രിന്തും ഉണ്ട്, അതുപോലെ മെംബ്രെയിനസ് ലാബ്രിന്തും ഉണ്ട്. അപ്പോൾ ബോണി ലാബ്രിന്ത് എന്ന് പറയുന്ന വലിയ കുഴലിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മെംബ്രെയിനസ് ലാബ്രിന്ത് ഇരിക്കുന്നത്. ഈ മെംബ്രെയിനസ് ലാബ്രിന്തിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിൻ്റെ പേരാണ് എൻഡോലിംഫ്. അതേസമയം പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബോണി ലാബ്രിന്തിൻ്റെ ഉള്ളിലും മെംബ്രെയിനിൻ്റെ പുറത്തും ഉള്ള ഫ്ലൂയിഡിൻ്റെ പേരാണ് പെരിലിംഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇന്നർ ഇയറിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് തിരിക്കാം. ഒരെണ്ണം കേൾക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും അടുത്തത് ബാലൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പോൾ ആരൊക്കെയത്? ഒരെണ്ണം കോക്ലിയ എന്ന് പറയുന്ന ഭാഗമാണ്. കോക്ലിയ എന്ന് പറയുന്ന ട്യൂബ്സാണ് ബേസിക്കലി ഓഡിറ്ററി പാർട്ട് എന്ന് പറയുന്നത്. ഓഡിറ്ററി പാർട്ട് എന്ന് പറഞ്ഞാൽ കേൾക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാർട്സ്. അതേസമയം വെസ്റ്റിബ്യുലർ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ഭാഗമാണ് ബാലൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വെസ്റ്റിബ്യൂൾസ് എന്ന് പറയുന്നതാണ് ബാലൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ കോക്ലിയ ഇസ് ദെയർ വിച്ച് ഇസ് ആർ ഓഡിറ്ററി പാർട്ട്, വെസ്റ്റിബ്യൂൾസ് ആർ ദെയർ വിച്ച് ഇസ് ആർ ബാലൻസ് മെയിൻറ്റെയിനിങ് പാർട്ട് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? അപ്പോൾ പാർട്സ് ഓഫ് ദ ലാബ്രിന്ത് എന്ന് പറയുന്നത് കോക്ലിയ എന്ന് പറയുന്നത് നമ്മുടെ സ്നെയിലിൻ്റെ മുകളിലത്തെ ഭാഗം പോലത്തെ ഉണ്ട സാധനത്തിനാണ് കോക്ലിയ എന്ന് പറയുന്നത്. അത് കോയിൽ പോർഷൻ ഓഫ് ദ ലാബ്രിന്ത് ആണ്. ഈ പ്രഷർ വൈബ്രേഷൻസ്, നമ്മുടെ പ്രഷർ വൈബ്രേഷൻസ് പുറത്ത് സൗണ്ട് കാരണം പ്രഷർ വൈബ്രേഷൻസ് ആണല്ലോ ഉണ്ടാകുന്നത്. ആ പ്രഷർ വൈബ്രേഷൻസ് പിന്നെ വഴി ഓഡിറ്ററി കനാൽ വഴി ഇയർ ഡ്രം വഴി നമ്മുടെ ഓസിക്കിൾസ് വഴി എങ്ങോട്ടേക്കാണ് എത്തുന്നത്? അൾട്ടിമേറ്റ്ലി കോക്ലിയയിലേക്കാണ് എത്തുന്നത്. ഈ കോക്ലിയയുടെ പണി എന്താണ്? പ്രഷർ വൈബ്രേഷൻസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. എന്താ മോളെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എവിടെ നിന്നാണ് വരുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് പറയുന്നത് പുറത്ത് നിന്ന് വരും. ഇപ്പം കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ പുറത്ത് നിന്നാണ് വരുന്നത്. എവിടെ? പിന്ന വഴി ഓഡിറ്ററി കനാൽ വഴി എങ്ങോട്ടേക്ക് വരും? ഇയർ ഡ്രമ്മിലേക്ക് വരും. ഇയർ ഡ്രമ്മിൽ നിന്നും ഓസിക്കിൾസിലേക്ക് വരും. ഓസിക്കിൾസിൽ നിന്നും അൾട്ടിമേറ്റ്ലി രണ്ട് വിൻഡോസ് അല്ല, ഇൻഫാക്ട് ഓവൽ വിൻഡോ വഴി കോക്ലിയയിലേക്ക് വരും. കോക്ലിയയുടെ പണി എന്ന് പറയുന്നത് എന്താണ്? കോക്ലിയയുടെ പണി എന്ന് പറയുന്നതാണ് ഈ പ്രഷർ വേരിയേഷൻസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കുക എന്നുള്ളത്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് അൾട്ടിമേറ്റ്ലി ബ്രെയിനിലേക്ക് പാസ് ചെയ്തിട്ടാണ് ബ്രെയിൻ പറയുന്നത് ഓക്കെ നിങ്ങൾ പട്ടിയുടെ കുരയാണ് കേൾക്കുന്നത്, പൂച്ചയുടെ കരച്ചിലാണ് കേൾക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോക്ലിയ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓഡിറ്ററി പാർട്ട്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കോക്ലിയ ആണ്. അതേസമയം വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്താ? ഈ മൂന്ന് കുഴലുകളെയാണ് നമ്മൾ വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂന്ന് കുഴലും ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. എല്ലാവരും തമ്മിൽ റൈറ്റ് ആംഗിൾസിലാണ്. ഈ മൂന്ന് കുഴലുകളും ദേ ആർ തമ്മിൽ ടു റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. ഓക്കെ, ഈ വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ബാലൻസും പോസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നൗ കമ്മിങ് ടു കോക്ലിയയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെംബ്രെയിൻസ് ഉണ്ട്. ഓക്കെ, രണ്ട് മെംബ്രെയിൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് മെംബ്രെയിൻ. ഇതാണ് കോക്ലിയ, ഇതാണ് വെസ്റ്റിബുലർ അപ്പാരറ്റസ് കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് ബോണി ലാബ്രിന്തിൻ്റെ ഉള്ളിലാണ് മെംബ്രെയിനസ് ലാബ്രിന്തിൻ്റെ ഉള്ളിൽ എൻഡോലിംഫ്, പുറത്ത് പെരിലിംഫ് ആയിരിക്കും ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇത് കോക്ലിയ. ഓക്കെ, ഇതാണ് കോക്ലിയയുടെ ആ കുഴലുണ്ടല്ലോ, ആ കുഴലിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോക്ലിയയുടെ കുഴലിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്, ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ഇത് റെസിനേഴ്സ് മെംബ്രെയിൻ എന്നാണ് ഇവിടത്തെ കുഞ്ഞു മെംബ്രെയിൻ്റെ പേര്. ഇവിടത്തെ മെംബ്രെയിൻ്റെ പേര് ബേസിലാർ മെംബ്രെയിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ ഇവിടെ വെച്ച് അങ്ങ് മുറിച്ചു എന്ന് വിചാരിച്ചോ. ഇവിടെ വെച്ച് മുറിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കാൻ പോവാണ്. അതായത് ഈ ഭാഗം ഞാൻ നോക്കാൻ പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ബോണി ലാബ്രിന്ത്. ഓക്കെ, ഇത് മൊത്തം ബോണി ലാബ്രിന്തിനെ ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന റെസിനാസ് മെംബ്രെയിൻ, ഇപ്പുറത്ത് ബേസിലാർ മെംബ്രെയിൻ. നോക്ക്, ഇവിടെ കണ്ട റെസിനാർ മെംബ്രെയിൻ ആണ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നത്. ഇവിടെ കണ്ട ബേസിലാർ മെംബ്രെയിനെയാണ് ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ഈ രണ്ട് മെംബ്രെയിനും ചേർന്നിട്ട് നമ്മുടെ ബോണി ലാബ്രിന്തിനെയാണ് ഇങ്ങനെ ഇത് ബോണി ലാബ്രിന്തിൻ്റെ പാർട്ടായിരിക്കും, ഇതും ബോണി ലാബ്രിന്തിൻ്റെ പാർട്ടായിരിക്കും. സ്കേല വെസ്റ്റിബ്യുലൈ ആൻഡ് സ്കേല ടിംപാനി എന്ന് പറയുന്ന രണ്ട് ചേമ്പേഴ്സ് ആയിട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ ഇത് റെസിനേഴ്സ് മെംബ്രെയിൻ, ഇത് ബേസിലാർ മെംബ്രെയിൻ. ഇവർ രണ്ട് പേര് ചേർന്നിട്ടാണ്. ഇങ്ങനെ ഒരു മെംബ്രെയിൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ സ്കേല വെസ്റ്റിബ്യുലൈ ഉണ്ടായത്. ഇങ്ങനെ ഒരു മെംബ്രെയിൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ സ്കേല ടിംപാനി ഉണ്ടായത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിൻ്റെ നടുക്കൊരു ചേമ്പർ ഉണ്ട് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് എൻഡോലിംഫ് വെച്ചിട്ട് ഫിൽഡ് ആയിരിക്കുന്ന നടുക്കുള്ള ചേമ്പർ ഉണ്ട്. ഈ ഒരു ചേമ്പർ ഉണ്ട്. ദിസ് ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്ന് പറയുന്നത് സ്കേല മീഡിയ എന്നുള്ളതാണ് നടുക്കുള്ള സംഭവത്തിൻ്റെ പേര്. സ്കേല മീഡിയ എന്നാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? സ്കേല വെസ്റ്റിബ്യുലൈ മുകളിലത്തെ പാട്ട്, നടുക്കുള്ള പാട്ട് സ്കേല മീഡിയ, താഴത്തെ പാട്ട് സ്കേല ടിംപാനി. സ്കേല മീഡിയയുടെ ഉള്ളിൽ എൻഡോലിംഫാണ്. എൻഡോലിംഫ് എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി പാർട്ട് ഓഫ് നമ്മുടെ മെംബ്രെയിനസ് ലാബ്രിന്ത് ആയിരിക്കും സ്കേല മീഡിയ എന്ന് പറയുന്നത്, മെംബ്രെയിനസ് ലാബ്രിന്ത്. ഓക്കെ, അപ്പോൾ കമ്മിങ് അഗെയിൻ നോക്കിയേ, കോക്ലിയയുടെ ഉള്ളിൽ രണ്ട് മെംബ്രെയിൻസ് ഉണ്ട്. ബേസിലാർ മെംബ്രെയിനും ഉണ്ട്, റെസിനേഴ്സ് മെംബ്രെയിനും ഉണ്ട്. ഈ ബേസിലാർ മെംബ്രെയിനും റെസിനേഴ്സ് മെംബ്രെയിനുമാണ് നമ്മുടെ ബോണി ലാബ്രിന്തിനെ രണ്ട്
പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്ത് 2 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തു? സ്കേല വെസ്റ്റിബുലൈ മുകളിലത്തെ പാർട്ട്, സ്കേല ടിംപാനി എന്ന് പറയുന്ന താഴത്തെ പാർട്ട്. ഓക്കെ, സ്കേല വെസ്റ്റിബുലൈ എന്ന് പറയുന്നതാണ് ഓവൽ വിൻഡോയിൽ എൻഡ് ചെയ്യുന്നത്. ശരിക്കും സ്കേല വെസ്റ്റിബുലൈ എന്ന് പറയുന്ന പാർട്ടാണ് ഓവൽ വിൻഡോയിൽ എൻഡ് ചെയ്യുന്നത്. അതേസമയം സ്കേല ടിംപാനി എങ്ങനെയാണ്? ലോവർ പാർട്ടാണ്. ഇത് റൗണ്ട് വിൻഡോയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. റൗണ്ട് വിൻഡോ എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി അത് മിഡിൽ ഇയറിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, സ്കേല മീഡിയ എന്ന് പറയുന്നത് എന്താ? സ്കേല മീഡിയ സ്പേസ് ഇൻസൈഡ് ദ കോക്ലിയ വിച്ച് ഇസ് ഫിൽഡ് വിത്ത് ദ എൻഡോലിംഫ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഈ ലാബ്രിന്തിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കുറേ സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഈ സോഫ്റ്റ് സ്ട്രക്ചേഴ്സിന് എല്ലാവർക്കും നല്ലൊരു കുഷനിങ് എഫക്റ്റ് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രഷറൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോഴത്തേക്ക് എല്ലാം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുഷനിങ് എഫക്റ്റ് കൊടുക്കും. മാത്രമല്ല ഈ വൈബ്രേഷൻസിനെ മുഴുവനും ഈ ഫ്ലൂയിഡ് എങ്ങോട്ടേക്ക് കൊടുക്കുന്ന അറിയോ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഹിയറിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഉണ്ട്, വിച്ച് ഇസ് ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. കോക്ലിയയുടെ ഉള്ളിലത്തെ സ്കേല മീഡിയയുടെ ഉള്ളിലത്തെ ഒരു പാർട്ടാണ് ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ എവിടെ ഉണ്ടാവും അറിയോ? ഇതാണ് ബേസിലാർ മെംബ്രെയിൻ. ഈ ബേസിലാർ മെംബ്രെയിൻ്റെ മുകളിൽ മുഴുവനും ഫുൾ ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയുന്ന സാധനമായിരിക്കും ഉണ്ടാവുന്നത്. ഓർഗൻ ഓഫ് കോർട്ടൈ ഉണ്ടാവും. ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായോ? ഇനി ഓർഗൻ ഓഫ് കോർട്ടൈൻ്റെ പണി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയുന്നത് ബേസിലാർ മെംബ്രെയിൻ്റെ മുകളിലുള്ള സ്ട്രക്ചറാണ്. ബേസിലാർ മെംബ്രെയിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ ദ സ്കേല മീഡിയ. ഓക്കെ, അത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായോ? അപ്പം അതിലെന്താണുള്ളത്? അതിൽ മുഴുവനും ഹെയർ സെല്ലുകളുണ്ട്. ആ ഹെയർ സെൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് റിസെപ്റ്റേഴ്സ് എന്ന് പറയില്ലേ, നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലെ കണ്ണിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ളതുപോലെ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഹെയർ സെൽസ് ആണ്. അപ്പോൾ ഹെയർ സെൽസ് എങ്ങനെയാണ് നിൽക്കണത്? നല്ല റോസ് ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ടാവും. ഇത് കണ്ടോ, റോ ആയിട്ട് അടുക്കിയാണ് അങ്ങ് വെച്ചിട്ടുണ്ടാവുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയുന്ന സാധനം. ബേസിലാർ മെംബ്രെയിനിലാണ് അതുള്ളത്. ഇതിൽ മുഴുവനും റോസ് ഓഫ് ഹെയർ ആണ് ഉള്ളത്. ഓക്കെ, ഈ റോസ് ഓഫ് ഹെയർ എന്ന് പറയുന്നതാണ് ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അവരുടെ പണി എന്താ? ഇതിൻ്റെ ഈ ഹെയർ സെല്ലിൻ്റെ അറ്റത്തുണ്ടല്ലോ, ഈ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ, ഇതിൻ്റെ ബേസ് ഭാഗം മുഴുവനും നെർവ് എൻഡിങ്സ് ആയിട്ട്, എഫറൻറ്റ് നെർവ് എൻഡിങ്സുമായിട്ട് ഇൻ കോൺടാക്റ്റ് ആണ്. ഈ ഹെയറിൻ്റെ ബേസ് മുഴുവനും എഫറൻറ്റ് നെർവ്സുമായിട്ട് കോൺടാക്റ്റിലാണ്. ഓക്കെ, മാത്രമല്ല ഈ ഹെയർ സെൽസിൻ്റെ മുകളിലത്തെ ഭാഗം, ഈ ഹെയർ സെല്ലിൻ്റെ മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നതിൽ സീലിയാസ് പ്രസൻ്റ് ആണ്. ഓക്കെ, സ്റ്റീരിയോസീലിയ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഇത് ഹെയർ സെൽസ്. ഈ ഹെയർ സെല്ലിൻ്റെ മുകളിലോട്ട് സ്റ്റീരിയോസീലിയ എന്ന് പറയുന്ന കുഞ്ഞു സീലിയാസ് പ്രസൻ്റ് ആണ്. ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണ്. ഇത്രയും സംഭവം മനസ്സിലായോ? ഇത് മുഴുവൻ ഹെയർ സെൽസ് ആണ്. ഹെയർ സെൽസ് റിസെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഹെയർ സെൽസിൻ്റെ താഴെ എഫറൻറ്റ് നെർവ്സ് ഉണ്ട്. ഈ ഹെയർ സെൽസിൻ്റെ മുകളിൽ കുഞ്ഞ് സീലിയ വിച്ച് ഇസ് നോൺ ആസ് സ്റ്റീരിയോസീലിയാസ് ആർ പ്രസൻറ്റ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഈ റോസ് ഓഫ് ഹെയർ സെൽസിൻ്റെ മുകളിൽ ഇതാണ് നമ്മുടെ ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സീലിയ എന്ന് പറയുന്ന സാധനം. ഇതെല്ലാം ഹെയർ സെൽസ് ആണ്. ഈ സീലിയയുടെ മുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ മെംബ്രെയിൻ വിച്ച് ഇസ് നോൺ ആസ് ടെക്ടോറിയൽ മെംബ്രെയിൻ. ഇവരെങ്ങനെ ഒരു പുതപ്പ് പോലെ പുതച്ചുകൊണ്ട് ടെക്ടോറിയൽ മെംബ്രെയിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത്രയും സംഭവം മനസ്സിലായോ? ഇത് ബേസിലാർ മെംബ്രെയിൻ ആണ്. ബേസിലാർ മെംബ്രെയിൻ്റെ മുകളിൽ ഹെയർ സെൽസിൻ്റെ മുകളിൽ തന്നെ കുഞ്ഞു സീലിയാസ് ഉണ്ട്. ഈ സീലിയയുടെ മുകളിൽ ടെക്ടോറിയൽ മെംബ്രെയിൻ ഉണ്ട്. ഹെയർ സെൽസിൻ്റെ താഴെ ഓഡിറ്ററി നെർവ്സും ഉണ്ട്, എഫറൻറ്റ് നെർവ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായോ? ഇനിയുള്ളത് വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്താണ് ചെയ്യുന്നത്? വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, കോക്ലിയയുടെ മുകളിലുള്ള സെമി സർക്കുലർ കനാൽസ് ആണ് എന്ന് നമ്മൾ
പറഞ്ഞു അല്ലേ. ഇതാണ് ടെക്ടോറിയൽ മെമ്പറൈൻ കേട്ടോ, ഇതാണ് സീലിയ, ഇതാണ് ഹെയർ സെൽസ്. ഇതൊക്കെ മനസ്സിലായോ? ഓക്കെ, ശരി. ഇതാണ് നമ്മുടെ സ്വന്തം സെമി സർക്കുലർ കനാൽസ് എന്ന് പറയുന്ന സാധനം. കോക്ലിയയുടെ മുകളിൽ ഉള്ള സെമി സർക്കുലർ കനാൽസ് ആണ് നമ്മുടെ വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓട്ടോലിത്ത് ഓർഗൻ എന്ന് പറയുന്ന സാധനം കൂടി ഉണ്ട്. അപ്പോൾ സെമി സർക്കുലർ കനാൽസ് എന്ന് പറയുന്നതും ഫ്ലൂയിഡ് ഫിൽഡ് സാധനങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ മുഴുവനും ഫ്ലൂയിഡ്സ് ഉണ്ട്, ഡക്ട്സ് ഉണ്ട്, ഫ്ലൂയിഡ് ഫിൽഡ് ഡക്റ്റുകൾ ആണ്. ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാല് പോലത്തെ സാധനം. 3 കനാൽസ് ആണ് പ്രസൻറ്റ്. പോസ്റ്റീരിയർ, സുപ്പീരിയർ, ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന 3 കനാൽസ് ആണ് പ്രസൻറ്റ്. ഈ 3 കനാൽസും എന്താണ് കോക്ലിയയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും, അതേപോലെ നെർവ്സുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ പണി എന്താണ്? ഇവരുടെ പണി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ ഹെഡിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, ഹെഡിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മുടെ സെമി സർക്കുലർ കനാലാണ് കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നത്. ഇനി ഈ സെമി സർക്കുലർ കനാലിൻ്റെ ഈ താഴെയുള്ള സ്വൊള്ളനായിട്ടുള്ള ബേസ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ആംപ്യുള്ള എന്ന് പറയുന്നത്. സെമി സർക്കുലർ കനാലിൻ്റെ താഴെയുള്ള സ്വൊള്ളൻ ബേസിനെയാണ് നമ്മൾ ആംപ്യുള്ള എന്ന് പറയുന്നത്. അത് കണ്ടോ? ഓക്കെ മോളെ, ശരി. ഇനി പ്രൊജക്റ്റിംഗ് റിഡ്ജ് വിത്ത് ഹെയർ സെൽസ്, അതിനെയാണ് ക്രിസ്റ്റ ആംപ്യുലാരിസ് എന്ന് പറയുന്നത്. അത് നീ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആംപ്യുളയിൽ തന്നെ, ഒരു സെക്കൻഡ് മോളെ കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. ഈ ആംപ്യുളയിൽ തന്നെ ഒരു കുഞ്ഞു പ്രൊജക്ഷൻ ഉണ്ട്. ഇവിടെ ഫുൾ ഓഫ് ഹെയർ സെൽസ് ആയിരിക്കും. ഈ ഭാഗത്തിനെയാണ് ക്രിസ്റ്റേ ആംപ്യുലാരിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വെള്ളൻ എഡ്ജ് ഓഫ് ദ ആംപ്യുലേനെ സ്വെള്ളൻ എഡ്ജ് ഓഫ് ദ സെമി സർക്കുലർ കനാലിനെ നമ്മൾ ആംപ്യുള്ള എന്ന് പറയും. ഇതിൽ തന്നെ ഒരു ഭാഗമുണ്ട് വിച്ച് ഹാസ് എ ലോട്ട് ഓഫ് ഹെയർ സെൽസ്, ദാറ്റ് ഈസ് നോൺ ആസ് ക്രിസ്റ്റേ ആംപ്യുലാരിസ്. ക്രിസ്റ്റേ ആംപ്യുലാരിസ് എന്ന് പറയുന്ന സാധനം ഇതാണ്. ക്രിസ്റ്റേ ആംപ്യുലാരിസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇത് മാക്യൂല ആണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഹെയർ സെൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ക്രിസ്റ്റേ ആംപ്യുലാരിസിൻ്റെ. ഓക്കെ, അപ്പോൾ ആംപ്യുല എന്ന് പറയുന്നത് സ്വെള്ളൻ പാർട്ടാണ്. ഇതിൽ തന്നെ ഒരു ഭാഗമുണ്ട് വിച്ച് ഇസ് സ്വെള്ളൻ ആസ് വെൽ ആസ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഹെയർ സെൽസ്. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റേ ആംപ്യുലാരിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഹെയർ സെൽസ്. ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി അടുത്തത് ഓട്ടോലിത്ത് ഓർഗൻ. നമ്മൾ പറഞ്ഞു സെമി സർക്കുലർ കനാൽസ് കൊണ്ട് ഓട്ടോലിത്ത് ഓർഗനും ഉണ്ടെന്ന് പറഞ്ഞു. ഓട്ടോലിത്ത് ഓർഗനിൽ ആരൊക്കെയാണുള്ളത്? സാക്യുള ആൻഡ് യൂട്രിക്കിൾ എന്ന് പറയുന്ന 2 സാധനങ്ങളുണ്ട്. സാക്യൂൾ ആൻഡ് യൂട്രിക്കിൾ എന്ന് പറയുന്ന 2 സംഭവങ്ങളുണ്ട്. അതിലെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന റിഡ്ജിനെ നമ്മൾ മാക്യൂല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, യൂട്രിക്കിളും സാക്യൂൾ എന്ന് പറയുന്ന 2 പേര് ചേർന്നിട്ടാണ് നമ്മുടെ ഓട്ടോലിത്ത് ഓർഗൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സംഭവത്തിനെയാണ് മാക്യൂൾ എന്ന് പറയുന്നത്. മാക്യൂലയിലും ഈ പറയുന്നത് പോലെ ഹെയർ സെൽസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ആംപ്യുല എന്ന് പറയും. ആംപ്യുലയിൽ ക്രിസ്റ്റേ ആംപ്യുലാരിസ് ഉണ്ട്, അതിനകത്ത് ഹെയർ സെൽസ് ഉണ്ട്. ഇതിടത്തെ താഴത്തെ പോർഷൻ ഇസ് യൂട്രിക്കിൾ വിച്ച് ഇസ് സ്വെള്ളൻ. അതിൻ്റെ തൊട്ട് താഴെ സാക്യൂൾ ഉണ്ട്. സാക്യൂളിലെ പ്രൊജക്റ്റഡ് പോർഷൻ വിച്ച് ഹാസ് ഹെയർ സെൽസിനെയാണ് മാക്യൂല എന്ന് പറയുന്നത്. ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ ഇനി ക്രിസ്റ്റേ ആൻഡ് മാക്യൂല. ക്രിസ്റ്റയിലും മാക്യൂലയിലും നമ്മൾ ആംപ്യുലയിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആംപ്യുലയിൽ ക്രിസ്റ്റേ ഉണ്ട്, ക്രിസ്റ്റേ ആംപ്യുലാരിസ് എന്ന് പറഞ്ഞില്ലേ. അതേപോലെ ഇപ്പോൾ മാക്യുലയിലും കുറേ ഹെയർ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റിസെപ്റ്റേഴ്സ് ഉള്ളത്. ആ ഹെയർ സെൽസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദർ ആർ ലോട്ട് ഓഫ് സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് ഇൻ ക്രിസ്റ്റേ ആൻഡ് മാക്യുല വിച്ച് ഇസ് ദെയർ ഇൻസൈഡ് ദ വെസ്റ്റിബുലർ അപ്പാരറ്റസ്. ഇവരാണ് നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് ഒന്നുകൂടി നോക്കിയേ. സെമി സർക്കുലർ കനാൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോലിത്ത് ഓർഗൻ ഉണ്ട്. സെമി സർക്കുലർ കനാലിൻ്റെ സ്വെള്ളനായിട്ടുള്ള ബേസിനെ നമ്മൾ എന്താ പറയണേ? സ്വെള്ളൻ ബേസിനെ നമ്മൾ ആംപ്യുല എന്നാണ് പറയുന്നത്. ആംപ്യുലയുടെ ഹെയർ ഉള്ള ഭാഗത്തിന്, പ്രൊജക്റ്റഡ് ഭാഗത്തിന് ക്രിസ്റ്റേ ആംപ്യുലാരിസ് എന്ന് പറയും. ഈ സെമി സർക്കുലർ കനാൽസിൻ്റെ താഴെയാണ് ഓട്ടോലിത്ത് ഓർഗൻ ഉള്ളത്. ഓട്ടോലിത്ത് ഓർഗനിൽ യൂട്രിക്കിളും ഉണ്ട്, അതുപോലെ തന്നെ സാക്യൂളും ഉണ്ട്. ഇതിൽ തന്നെ ഹെയർ ഉള്ള ഭാഗത്തിനെയാണ് മാക്യൂല എന്ന് പറയുന്നത്. മെക്യൂലയിലും അതുപോലെ ക്രിസ്റ്റയിലും ഉള്ള റിസെപ്റ്റർ
കണ്ടക്ടേഴ്സാണ് നമ്മുടെ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയും സംഭവം മനസ്സിലായോ? ഇനി ലാസ്റ്റ് പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേൾക്കുന്നത് എങ്ങനെയാണ്, മെക്കാനിസം ഓഫ് ഹിയറിംഗ് എങ്ങനെയാണ് കേൾക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പിന്ന എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ് കളക്ട് ചെയ്യും. സൗണ്ട് വേവ്സ് കളക്ട് ചെയ്തിട്ട് ഇയറിലേക്ക് കയറ്റും. ഇയറിലേക്ക് കയറ്റി കഴിയുമ്പോഴത്തേക്കും ഇയർ ഓസിക്കിൾസ് ഉണ്ടല്ലോ, അതായത് ആ കുഞ്ഞു ബോൺസ് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ വൈബ്രേഷൻസിനെ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്തിട്ട് എവിടെ കൊണ്ടെത്തിക്കും? ഓവൽ വിൻഡോയിലേക്ക് എത്തിക്കും. ഓവൽ വിൻഡോയിൽ നിന്നും അങ്ങനെ കോക്ലിയയിലേക്ക് പോകും. കോക്ലിയയിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഉള്ളിലത്തെ ലിംഫിൽ മുഴുവനും വേവ്സ് ജനറേറ്റ് ആവും. ഈ വേവ്സ് എന്ന് പറയുന്നത് ബേസിലാർ മെംബ്രെയിനിൽ ഒരു കുഞ്ഞ് റിപ്പിൾ, ബേസിലാർ മെംബ്രെയിൻ ഓർമ്മയുണ്ടോ? ആ താഴത്തെ മെംബ്രെയിനിൽ ഒരു കുഞ്ഞ് റിപ്പിൾ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കും. ആ ബേസിലാർ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹെയർ സെൽസ് അപ്പോൾ ടെക്ടോറിയൽ, മുകളിലത്തെ ടെക്ടോറിയൽ മെംബ്രെയിനുമായിട്ട് പ്രസ് ആവും. അങ്ങനെ പ്രസ് ആവുന്നത് കൊണ്ടാണ് താഴെയുള്ള എഫറൻറ്റ് ന്യൂറോൺസിൽ ഇമ്പൾസ് ജനറേറ്റ് ആവുന്നത്. ഓക്കെ, ഇത് പടം വെച്ചിട്ട് ഇപ്പോൾ പഠിക്കാം. ഈ ഇമ്പൾസ് എഫറൻറ്റ് ഫൈബേഴ്സ് വഴി ഓഡിറ്ററി നെർവ്സ് വഴി ഓഡിറ്ററി കോർട്ടെക്സ് ഓഫ് ദ ബ്രെയിനിലേക്ക് എത്തും. അപ്പോൾ ഇത് പടം വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് നിന്നുള്ള പിന്നയിൽ നിന്നും സൗണ്ട് വേവ്സ് വന്നു, ഇയർ ഡ്രംസിലേക്ക് വന്നു. ഇയർ ഡ്രംസ് വൈബ്രേറ്റ് ചെയ്തു, അത് ഇയർ ഓസിക്കിൾസിലേക്ക് കൊടുത്തു. ഇയർ ഓസിക്കിൾസ് അതിനെ ആംപ്ലിഫൈ ചെയ്തു. അത് കോക്ലിയയുടെ ഫ്ലൂയിഡിലേക്ക് പാസ് ചെയ്തു, ഓവൽ വിൻഡോ വഴി പാസ് ചെയ്തു. ഈ കോക്ലിയയുടെ ഫ്ലൂയിഡിൽ റിപ്പിൾസ് ജനറേറ്റ് ചെയ്തു. ഈ റിപ്പിൾസ് ബേസിലാർ മെംബ്രെയിൻ, ഇതാണ് ബേസിലാർ മെംബ്രെയിൻ. ഈ ബേസിലാർ മെംബ്രെയിനിൽ വേവ്സ് ജനറേറ്റ് ചെയ്യും, റിപ്പിൾസ് ജനറേറ്റ് ചെയ്യും. ഈ ബേസിലാർ മെംബ്രെയിൻ്റെ മുകളിൽ മുഴുവനും ഓർഗൻ ഓഫ് കോർട്ടൈ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിൻ്റെ ഹെയർ സെൽസ് ഒബ്വിയസ്ലി അനങ്ങുന്നത് എന്തിന് എഗെയിൻസ്റ്റ് ആണ്? അതിൻ്റെ മുകളിലുള്ള ടെക്ടോറിയൽ മെംബ്രെയിൻ ഉണ്ട് അല്ലേ, ആ ടെക്ടോറിയൽ മെംബ്രെയിന് എഗെയിൻസ്റ്റ് ആണ് അനങ്ങുന്നത്. അങ്ങനെ അനങ്ങുമ്പോൾ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും. ആ ഹെയർ സെൽസിന് താഴെ എഫറൻറ്റ് ന്യൂറോൺസ് ഉണ്ട് അല്ലേ, ആ എഫറൻറ്റ് ന്യൂറോൺസ് എല്ലാവരും കൂടി ജോയിൻ ചെയ്തിട്ട് ഓഡിറ്ററി നെർവ് ആവും. ഓഡിറ്ററി നെർവ് അങ്ങനെ ബ്രെയിനിൽ പോയിട്ട് സൗണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി ഹിയർ ദ സൗണ്ട്. ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ മോളെ? ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ്.